എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അത്രയ്ക്ക് ആഗ്രഹമുള്ള, അങ്ങനെ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു 8 ടിപ്സാണ്. അപ്പോൾ ഈ ഒരു 8 ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നേറാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഓരോരോ ടിപ്സിലേക്ക് പോകാം. അതിലൊന്നാമത്തെ ടിപ്സ്, മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടെക് വീഡിയോ കണ്ടു, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ടെക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അയാൾ ടെക് വീഡിയോ കൊണ്ട് രക്ഷപ്പെട്ടാണ്, അപ്പോൾ നമുക്കും ടെക് വീഡിയോ തുടങ്ങാം. അല്ല എങ്കിൽ മറ്റൊരാൾ ഒരു ഭക്ഷണത്തിൻ്റെ വീഡിയോ, എന്നാൽ അയാൾ ഭക്ഷണം ഉണ്ടാക്കണം, നമുക്കും ഭക്ഷണം ഉണ്ടാക്കി വീഡിയോ ചെയ്യാം, രക്ഷപ്പെടും എന്നാൽ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഇപ്പോൾ നിങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അതുവഴി മുന്നേറാം. നിങ്ങൾ ഭക്ഷണത്തിൻ്റെ വീഡിയോസും അതൊക്കെ ചെയ്ത് നിങ്ങളുടെ വീഡിയോ കണ്ട ഒരാളത് ഉണ്ടാക്കി നോക്കി കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ, അതുപോലെ കുറച്ച് പേർ കൂടി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പയ്യെ പയ്യെ ഗ്രോ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതിനോടാണോ ഇൻട്രസ്റ്റ്, ഏതിനാണോ നിങ്ങൾക്ക് ടേസ്റ്റ് ഉള്ളത്, ഇപ്പോൾ ചിലവർക്ക് പെറ്റ്സിനോടായിരിക്കും, പെറ്റ്സിനോട് താല്പര്യമുള്ളവർ അതിൻ്റെ വീഡിയോസ് ചെയ്യുക, പെറ്റ്സിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്യുക, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് ആ ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിൻ്റെ വീഡിയോസ് മാത്രമായിട്ടൊരു ചെയ്തു പോവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചാനലിലേക്ക് വരികയും അവർ നിങ്ങളുടെ വീഡിയോ കാണുകയും അവർക്കത് ഇഷ്ടപ്പെടുകയും വീണ്ടും നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. കാര്യം നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയും അതുപോലെ തന്നെ മെച്ചപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും. പയ്യെ നിങ്ങളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയും മെച്ചപ്പെടും, ക്വാണ്ടിറ്റി മെച്ചപ്പെടും, എല്ലാം മെച്ചപ്പെട്ട് വരുമ്പോഴേക്കും ആളുകളും അതിൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ചാനൽ മുകളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് അതിലെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ചാനലിലേക്കുള്ള മുതൽ മുടക്ക് നിയന്ത്രിക്കുക. ആദ്യമേ തന്നെ ഒരു ക്യാമറ മേടിക്കണം, ക്യാമറ മേടിച്ചാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ചിന്തകൾ കഴിയുക. ക്യാമറ വേണം, ട്രൈപോഡ് വേണം, ലൈറ്റ് വേണം. ഇതൊന്നും നിങ്ങൾ കാണുന്ന പല പ്രമുഖ യൂട്യൂബർമാരും തുടങ്ങിയത് ഒരു മൊബൈലിൽ നിന്നായിരിക്കും. ഒരു മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു മൊബൈലാണോ, അത്യാവശ്യം വീഡിയോ പിടിക്കാൻ കഴിവുള്ളൊരു മൊബൈലായിരിക്കും എല്ലാവരുടെ കയ്യിലുള്ളത്. ആ ഒരു മൊബൈലിൽ വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തത് MIയുടെ ഫോണിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുത്തത്. ഇപ്പോഴും MIയുടെ മറ്റൊരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ MIയുടെ ഫോണിൽ വീഡിയോ എടുത്തു, അതിൽ തന്നെ എഡിറ്റ് ചെയ്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതും എല്ലാം പബ്ലിഷ് ചെയ്തതും എല്ലാം മൊബൈൽ വഴി തന്നെ. ഇപ്പോഴും ഞാൻ മൊബൈൽ വഴി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ വീഡിയോ എടുക്കുക, ശരിയാക്കുക. പിന്നീട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇനി കുറച്ചും കൂടി നമ്മുടെ ചാനലും നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് പൈസ വരും, എന്നാൽ കുറച്ച് പണം മുടക്കാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മുടക്കി മേടിക്കുക. അല്ലാണ്ട് ഒറ്റയടിക്ക് തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയൊരു ക്യാമറ മേടിച്ച് ലൈറ്റ് മേടിച്ച് സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്ത് സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാൻ സാധിക്കും അവിടെ നിന്ന് പയ്യെ തുടങ്ങി പയ്യെ വളരുക. ചാനലിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പയ്യെ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം. പക്ഷേ തുടക്കം തന്നെ വലിയൊരു സെറ്റപ്പിലേക്ക് പോകാതെ പയ്യെ നിങ്ങൾ പോയി നോക്കുക, ആ വഴി സഞ്ചരിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് പയ്യെ ഗ്രോ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചാനൽ നെയിം കണ്ടുപിടിക്കുക. ചില ആളുകൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബർമാരുടെ പേരിനോട് സാമ്യമുള്ള കുറേ പേരൊക്കെ എടുത്തിട്ട് ചാനൽ ഉണ്ടാക്കും. അപ്പോൾ അവരുടെ വിചാരം എന്ന് വെച്ചാൽ ആ ചാനലിലേക്ക് പോകുന്ന വ്യൂസിൽ കുറച്ചെങ്കിലും പേര് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മുടെ പേര് കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് കയറുന്ന. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ചാനൽ ആ ഒരു ചാനലല്ലാന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരപ്പം തന്നെ ഇട്ടിട്ട് പോകും. അപ്പോൾ നമ്മളൊരു പേര് സെലക്ട് ചെയ്യുമ്പോൾ യൂണീക്കായിട്ടുള്ളൊരു പേര് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കോംപ്ലിക്കേഷനായിട്ടുള്ള പേരുകളൊന്നും എടുക്കരുത്. നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പേരുകൾ എടുക്കാതെ സിമ്പിളായിട്ടുള്ള യൂണീക്കായിട്ടുള്ള പേരെടുക്കുക. കാര്യം നാളെ നമ്മളോട് ഒരാൾ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ അവൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വേറെ വല്ല ചാനലായിരിക്കും. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ അതോടുകൂടി തന്നെ പോയി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള പേരാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനും എളുപ്പമായിരിക്കും, ആളുകൾക്ക് മനസ്സിലാകാനും എളുപ്പമുള്ള പേരായിരിക്കണം. അപ്പോൾ നമ്മളൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കാര്യം ലക്ഷക്കണക്കിന് ചാനൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ച ആ പേരിനോട് സാദൃശ്യമുള്ള വല്ല പേരോ അല്ലെങ്കിൽ ആ ഒരു പേര് തന്നെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചാനലിൻ്റെ പേര് തീരുമാനിക്കാൻ. അതുപോലെ തന്നെ ചാനലിൻ്റെ പേര് തീരുമാനിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുത്താലും കുഴപ്പമില്ല. കാര്യം അത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് ചിന്തിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. നല്ലൊരു പേര് സെലക്ട് ചെയ്യുക, സ്പെല്ലിങ് തെറ്റിപ്പോവാത്ത സിമ്പിളായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പേര് സെലക്ട് ചെയ്യുക. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എടുക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചൊരു വിഷയം വീഡിയോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വലിച്ചു നീട്ടി പറയാതെ കാര്യങ്ങൾ സിമ്പിളായിട്ട് അവതരിപ്പിക്കുക, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക, എല്ലാവർക്കും വ്യക്തമാവുന്ന രീതിയിൽ വലിച്ചു നീട്ടാതെ. വെറുതെ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിച്ച് വലിച്ചു നീട്ടി ലാഗ് അടിപ്പിച്ച് ഞാൻ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകും. ആളുകൾ ഒരു പ്രാവശ്യം അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കിപ്പ് ചെയ്ത് പോകും. ഒരു വീഡിയോ കാണാൻ താല്പര്യത്തോടെ ഒരാൾ മൊബൈൽ ഓണാക്കി വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ
നമ്മുടെ ഒരു കാര്യം പറയാൻ പോകണം, അതിനെപ്പറ്റി വിശദീകരിക്കാൻ പോകണം പറഞ്ഞ് ലാഗ് അടിപ്പിച്ച് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ അയാളത് സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ, കാണാനുള്ള മൂടും പോയി അയാൾ പോകും. അപ്പോൾ നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക, പിന്നെ പുറകെ വലിച്ച് നീട്ടാതെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുക. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഡെയിലി വീഡിയോ യൂട്യൂബിൽ ഇടണം എന്നാലേ ഗ്രോ ചെയ്യുള്ളൂ. അതൊക്കെ ശരിക്കും നല്ല കാര്യം തന്നെയാണ്. ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരിക്കും. പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ല. ചിലവരിപ്പോൾ ഒരു ട്രാവലിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാൾ ട്രാവൽ ചെയ്ത് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പിടിച്ച് വരുമ്പോൾ അതിൻ്റേതായ സമയം എടുക്കും. അതേസമയം ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വെറുതെ മേശം കസേര വിട്ട് ഇപ്പോൾ ഇതേപോലെ ഇരുന്ന് ഒരു സാധനത്തിനെക്കുറിച്ച് പറയുക, അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഡെയിലി വീഡിയോ ഇടാൻ സാധിക്കും. അപ്പോൾ പല സബ്ജക്റ്റിനും പല രീതിയിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഒരു വീഡിയോ ഒരാഴ്ചയിൽ ഒരെണ്ണം മതി. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റായിട്ട് നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റായി എഡിറ്റ് ചെയ്ത് ആ വീഡിയോ ഇടുക. ആ വീഡിയോ ആളുകളുടെ മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ ആ രീതിയിൽ കൊടുക്കുക. 5ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രൊമോഷൻ. അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കതിൻ്റെ പുറകെ ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, കിടക്കനാണ് ഇഷ്ടംപോലെ സംഭവങ്ങൾ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്, അതിലൊക്കെ ഷെയർ ചെയ്യാം. നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിങ്ക് കൊടുത്ത് സമയമുള്ളപ്പോൾ കാണാൻ പറയുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു 1000 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 500 പേരാ, അതിൽ കുറച്ച് 400 പേരൊക്കെ നമ്മുടെ വീഡിയോ ചിലപ്പോൾ ഓപ്പൺ ആക്കും. അതിലൊരു 100 പേർക്ക് ചിലപ്പോൾ നമ്മുടെ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ 100 സബ്സ്ക്രൈബർ കിട്ടും. പിന്നീട് നമ്മൾ ഇടുന്ന വീഡിയോ അനുസരിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ഇവന് എല്ലാ ദിവസവും ഇടുണ്ടല്ലോ, ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേര് കയറും. അപ്പോൾ അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബർ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ശരിക്കും പറഞ്ഞാൽ അവനൊരു വീഡിയോ ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ സംഭവം നമ്മൾ തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുക. അതിൽ വേറെ നാണക്കേടോ മറ്റൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ചിലവർ ചമ്മലായിട്ട് ഇടാതിരിക്കും. കാര്യം ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇടും, ഉദാഹരണമായിട്ട് അങ്ങനെ ചിന്തിക്കുക. നമ്മൾ ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇടുന്നു, അതിന് ചിലവർ കൊള്ളാം എന്ന് പറയുന്ന നല്ല കമൻറ്റ് വരും, ചിലവർ മോശം കമൻറ്റ് വരും. അപ്പോൾ നമ്മളത് ഇടും, നോക്കും, വിടും. അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കി, അത് താല്പര്യമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവർ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ ഇങ്ങനൊരു സംഭവം യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്ന് ആളുകൾ അറിയണം. അറിഞ്ഞാലേ ചിലവർ ഓപ്പൺ ആക്കുള്ളൂ. അല്ലാണ്ട് അത് അവിടെ വെറുതെ കിടന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരാളും നമുക്ക് സഹായത്തിനുണ്ടാവില്ല. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് ടി വിയിലോ മറ്റു സ്ഥലങ്ങളിലൊന്നും പരസ്യം ഇട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഈ രീതിക്ക് തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ യൂട്യൂബർമാരും ഇങ്ങനെ തന്നെ വന്നവരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക. ചിലവർക്ക് ചില നാണക്കേടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ 10 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 20 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ, മറ്റുള്ളവരത് അറിയുമ്പോൾ മോശമല്ലേ, കുറച്ചും കൂടി സബ്സ്ക്രൈബർ ആയതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴുള്ള ലക്ഷങ്ങൾ മില്യൺസ് വ്യൂസ് സബ്സ്ക്രൈബർ എത്തിയേക്കുന്ന ആളുകൾ അവർ തുടങ്ങുമ്പോൾ അവർക്ക് 1-2 സബ്സ്ക്രൈബറേ ഉള്ളൂ. അവിടെ നിന്നാണ് അവർ കയറി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യം കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് ഒരു 100 സബ്സ്ക്രൈബർ വരും. അതുപോലെ നമ്മുടെ ഫാമിലീസിൽ നിന്നും കസിൻസിൽ നിന്നൊക്കെ കുറച്ച് പേര് വരും. അങ്ങനെ ഒരു പെട്ടെന്നൊരു 10-100 സബ്സ്ക്രൈബർ ആവും. പിന്നെ അങ്ങോട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പരിചയമുള്ളവർ വരില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ വരണം. അപ്പോൾ അതിന് നമ്മുടെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പല പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, ഫേസ്ബുക്കിൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ മടി കൂടാതെ ചെയ്യുക, നമ്മുടെ ചാനലിൽ വളരും. 6ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അച്ചീവ് ടാർഗറ്റ്. അതായത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ പബ്ലിക് വാച്ച് അവറും. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യുക. അത് അച്ചീവ് ചെയ്തതിന് ശേഷമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ, ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തിൽ വീഡിയോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു നീട്ടരുതെന്ന് പറഞ്ഞത് മനസ്സിൽ വേണം. എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് കൂട്ടണതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരാൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അത് ഫുള്ള് കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗം കാണും. അപ്പോൾ അത്രയും മിനിറ്റ് നമുക്ക് വാച്ച് ടൈം കിട്ടി. അങ്ങനെ കൂട്ടി നമുക്ക് എത്രയും പെട്ടെന്ന് 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ എല്ലാ യൂട്യൂബർമാർക്കും 1000 സബ്സ്ക്രൈബർ പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ 4000 മണിക്കൂർ എത്താനാണ് സമയം എടുക്കുന്നത്. കാര്യം ചിലവർ ചിലപ്പോൾ 2 മിനിറ്റിൻ്റെ വീഡിയോ 3 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ചെയ്യണം. അപ്പോൾ അത് കണ്ട് സബ്സ്ക്രൈബർമാർ വരും. പക്ഷേ ആ 3 മിനിറ്റ് എത്രയോ പ്രാവശ്യം കൂട്ടി വരുമ്പോഴാണ് ഈ മണിക്കൂറുകളിലേക്ക് 4000 മണിക്കൂറിലേക്ക് എത്തുന്നത്. അതേസമയം ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ
അത് ലാഗ് അടിപ്പിക്കാത്ത വീഡിയോ ആയിരിക്കണം. ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ അത്രയും മിനിറ്റായി. 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ 5 പേര് കാണുമ്പോഴാണ് 15 മിനിറ്റ് ആവുന്നത്. അതേസമയം 15 മിനിറ്റിൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ഒരാളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് 15 മിനിറ്റായി. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കണം, ബോറടിപ്പിക്കാത്ത വീഡിയോ ആയിരിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് 4000 മണിക്കൂറിലേക്ക് എത്തും. 7ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പണം മാത്രം പ്രതീക്ഷിച്ച് യൂട്യൂബിലേക്ക് വരരുത്. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടും, ഒരു 10 വീഡിയോ ആവും, 20 വീഡിയോ ആവും, ലാസ്റ്റ് നമുക്ക് ഒരു മനസ്സിനൊരു ഇതാവും, ഡിപ്രഷനാവും. നമ്മൾ ഒരു 100 വീഡിയോ ചെയ്തിട്ടും നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ഡൗൺ ആയി പോകും. ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ചാനലിൻ്റെ കാര്യം അത് തന്നെ, ചാനലും ഡൗൺ ആവും. അപ്പോൾ നമ്മൾ പണം മാത്രം പ്രതീക്ഷിച്ച് വരരുത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 170 വീഡിയോ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വരുമാനം വന്നത്. മനസ്സിലായോ? എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല. ചിലവർ 5 വീഡിയോ ചെയ്തപ്പോഴേക്കും ഇപ്പോൾ മോണിറ്റൈസേഷനായി പൈസ വന്ന ആളുകളുണ്ട്. 200 വീഡിയോ ചെയ്തിട്ടും 5 പൈസ കിട്ടാത്ത ആളുകളുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട യൂട്യൂബർമാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പണം മാത്രം പ്രതീക്ഷിച്ച് വരരുത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുക. പണം മാത്രം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾ വരാതിരിക്കുക. നിങ്ങൾ വല്ല ബിസിനസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പണം മാത്രം പ്രതീക്ഷിച്ച് വരരുത്. നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള താല്പര്യം, ഈ വീഡിയോ ആളുകൾ കാണണം എന്നുള്ള താല്പര്യം, വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോ മെച്ചപ്പെടുത്താം എന്നുള്ള താല്പര്യം, ഇത്രയും താല്പര്യത്തോടെ വന്നു. എന്നിട്ട് വേണം നമ്മൾ പണം വന്നോളും. നമ്മൾ വീഡിയോയുടെ കണ്ടൻറ്റ് മെച്ചപ്പെടുത്തി നമ്മുടെ വീഡിയോ നല്ല വീഡിയോ ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പണവും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും എല്ലാം പുറകെ വന്നോളും. അപ്പോൾ പണം മാത്രം പ്രതീക്ഷിച്ച് വരരുത്. ഇനി 8ാമത്തെയും ഏറ്റവും അവസാനത്തെയും ടിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ താല്പര്യം അവസാനം വരെ നിലനിർത്തുക. അതായത് നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കര താല്പര്യമായിരിക്കും. ഒരു വീഡിയോ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ആൾക്കാരെ കാണിക്കണം, ഇനി മറ്റേതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ കാണിക്കണം, അല്ലെങ്കിൽ ഇത് കാണിക്കണം. അങ്ങനെ പല താല്പര്യത്തോടും ആൾക്കാർ വന്നിട്ടുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞൊരു 100 വീഡിയോ അല്ലെങ്കിൽ ഒരു 50 വീഡിയോ 100 വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മുടെ വീഡിയോയുടെ ഒരു താല്പര്യം അങ്ങോട്ട് തീർന്ന് ആൾക്കാരൊന്നും കാണാനില്ല, ഇനി പയ്യെ ഇടാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞ് വീഡിയോ ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടണമെന്നാണ് എൻ്റെ ഒരു പോളിസി. ചിലപ്പോൾ അത് സാധിക്കാറില്ല, ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കാറില്ല. ചിലപ്പോൾ ആഴ്ചയിൽ 2-3 വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യം, വീഡിയോ എടുക്കാനുള്ളൊരു താല്പര്യം ആദ്യം നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായോ അതേ താല്പര്യം അവസാനം വരെ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മളൊരു 100 വീഡിയോ കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞാലും ആ ഒരു താല്പര്യം നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാര്യം ഒരു 100 വീഡിയോ 200 വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ട് അങ്ങോട്ട് നിർത്താം, പിന്നെ അതുമേന്ന് പൈസ വന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും, മൊത്തം ഡൗൺ ആവും. പക്ഷേ ഒരു അൽഗോരിതം ഉണ്ട്, ശരിക്കും യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട്. നമ്മുടെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോ ആൾക്കാരുടെ മുമ്പിലേക്ക് യൂട്യൂബ് ഇട്ട് കൊടുക്കുള്ളൂ. അല്ലാണ്ട് പഴയ വീഡിയോ എടുത്ത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കില്ല. അതായത് ഒരു ദിവസം ലക്ഷക്കണക്കിന് വീഡിയോ ആണ് യൂട്യൂബിൽ വരുന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പഴയ വീഡിയോ ഒന്ന് അവിടെ കിടക്കുകയുള്ളൂ. നിങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മുടെ പഴയ വീഡിയോയും കൂടി പ്രൊമോട്ട് ചെയ്ത് വരും. അങ്ങനെയാണ് സംഭവിക്കാറ്. അപ്പോൾ ആദ്യത്തെ താല്പര്യം നിലനിർത്തുക, വീഡിയോ തുടരെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അത്രയും നല്ലൊരു മൈൻഡോട് കൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെയായാലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എനിക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് അതീവ താല്പര്യത്തോടെ വീഡിയോ എടുത്ത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിന് ഇന്ന സമയമാവട്ടെ, ഇനി അടുത്ത കൊല്ലം കഴിയട്ടെ, അല്ലെങ്കിൽ ഈ കൊല്ലം അവസാനം ആവട്ടെ, അങ്ങനെ ഒരു സമയമില്ല. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാൻ ഇന്ന സമയം ആവണം അല്ലെങ്കിൽ ഇന്ന മാസം ആവണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ വില്ലിങ് ആണോ നിങ്ങൾ തുടങ്ങിയേക്കാം. വീഡിയോ ചെയ്ത് ഇപ്പോൾ ചിലവർ ചിന്തിക്കണതുണ്ട്, ഒരു 10 വീഡിയോ ചെയ്ത് അങ്ങോട്ട് വെച്ചതിന് ശേഷം ചാനൽ തുടങ്ങാം. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇട്ട് അങ്ങനെ പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അങ്ങോട്ട് ഇടുക, തുടങ്ങുക, നല്ല വീഡിയോകൾ പുറകെ ചെയ്യുക, ഇടുക. അതിന് വലിയ ലാഗില്ലാണ്ട് വീഡിയോ ഇട്ട് പോവുക. ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഇടുക. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സും എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും സക്സസ് ഉണ്ടാവും. കാര്യം ഞാൻ സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ സക്സസ് ആയി. അപ്പോൾ എനിക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ തീർച്ചയായും യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങിയേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്രയും വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കുക. ഇനി അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ തീർച്ചയായും ഇങ്ങനത്തെ വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.